ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ Q1 റിസൾട്ടുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കുറച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ റിസൾട്ടുകൾ നിങ്ങൾക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയുന്നത് നല്ല റിസൾട്ടുകൾ വന്നിരിക്കുന്ന കമ്പനികൾ മാത്രമാണ്. നമ്മൾ എന്താണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നല്ല റിസൾട്ടുകൾ നിങ്ങൾ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നല്ല റിസൾട്ട് വന്നിരിക്കുന്ന കമ്പനികൾ നമ്മൾ സെലക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഈ റിസൾട്ടുകളെ പറ്റി അനലൈസ് ചെയ്യും. അതിൻ്റെ ഫണ്ടമെന്റൽ ഫുള്ളായിട്ട് പഠിക്കും. അവരുടെ ഏർണിങ്സ് കോൾ കേൾക്കും, ഗൈഡൻസ് മനസ്സിലാക്കും. എന്താണ് അവര് അടുത്ത ക്വാർട്ടറുകളിൽ എന്താ Q2, Q3 എന്തായിരിക്കും, Q4 എന്തായിരിക്കും, H2 ആണോ, H1 ആണോ അവരെ പെർഫോം ചെയ്യാൻ പോകുന്നത്, അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, കസ്റ്റമേഴ്സ്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു ഫോക്കസ് ലിസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, ഈ ഫോക്കസ് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ബാക്കി അതിനുശേഷം നമ്മൾ ഫോക്കസ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പ്രൈസ് ആക്ഷനിലേക്ക് കടക്കും. പ്രൈസ് ആക്ഷനിൽ നമ്മൾ സെക്ടർ അനാലിസിസ് ചെയ്ത് ട്രെൻഡിങ് സെക്ടറിൽ ഉള്ള ട്രെൻഡ് ചെയ്യുന്ന സെക്ടറിലുള്ള ട്രെൻഡിങ് സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ലിസ്റ്റ് ചെയ്യുന്നുള്ള സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യും. ആ സ്റ്റോക്കുകളിലാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ 3 to 5 days ട്രേഡ് ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ഇതിന്റെ എല്ലാം ബേസിക് സംഭവം എന്ന് പറയുന്നത് നല്ല റിസൾട്ട് വന്നിരിക്കുന്ന നല്ല കമ്പനികളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ പ്രൈമറി സംഭവം മാത്രമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വന്തം നോളജും സ്വന്തം അറിവും വെച്ച് അനലൈസ് ചെയ്ത് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ എത്രത്തോളം ഒരു സ്റ്റോക്കിലേക്കുള്ള നമ്മുടെ കൺവിക്ഷൻ ഇത് കൂടുന്നോ അത്രത്തോളം നമ്മുടെ സക്സസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് ചെറിയൊരു ബിസിനസ് ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ ആ ബിസിനസിനെ പറ്റി നമ്മൾ മാക്സിമം പഠിച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റോക്ക് എടുക്കുമ്പോഴും നമ്മൾ ആ സ്റ്റോക്കിനെ പറ്റിയും അവരുടെ ബിസിനസിനെ പറ്റിയും മാക്സിമം പഠിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുക. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഐറിസിന്റെ ടാർഗറ്റ്. ഓക്കെ, ഞാനിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന റിസൾട്ടുകൾ ജസ്റ്റ് ചെയ്യാമെന്ന് അനലൈസ് ചെയ്യും. വന്നിരിക്കുന്നതിനകത്ത് നമ്മൾ മിനിമം 2500 കോടി രൂപ ക്യാപിറ്റലുള്ള മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതിന് താഴോട്ടുള്ളതൊന്നും നമ്മൾ ഇത് ചെയ്യുന്നില്ല. ഓക്കെ, HCL ടെക്നോളജീസ് ആണ്, IT കമ്പനിയാണ്. HCL ടെക്നോളജീസ് ഇന്ത്യയിലെ 3ാമത്തെ ലാർജസ്റ്റ് IT കമ്പനിയാണ്. ഓക്കെ, അതിന്റെ IT സെക്ടറിന് നല്ല പ്രശ്നങ്ങളും മറ്റേ ആന്ത്രോപിക്സ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഇഷ്യൂസും നല്ല പ്രഷറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ IT കമ്പനികളെല്ലാം TCS ആകട്ടെ, ഇൻഫോസിസ് ആകട്ടെ ഒരു 4-5 വർഷമായിട്ട് വളരെ നെഗറ്റീവ് റിട്ടേൺ കൊടുത്തിരിക്കുന്ന കമ്പനികളാണ്. ഓക്കെ, പക്ഷെ ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതിനെ നിലവിൽ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത് ആ കമ്പനികൾക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവരുടെ ഫോൺ കോളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ റിസൾട്ടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് HCL ടെക്നോളജീസിനെ പറ്റി ഒന്ന് പറയാം. 29 അവരുടെ 5 വർഷത്തെ ROE. അത് 30.60 സ്റ്റേബിളായി നിൽക്കും. അതുപോലെ ROC, അതുപോലെ ROE 23-ന് 24 23.98, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻഡസ്ട്രി PE കഴിഞ്ഞും താഴെയാണ് അവരുടെ PE റേഷ്യോ നിൽക്കുന്നത്, 17. ഓക്കെ, പിന്നെ കടം കുറവുള്ള കമ്പനിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 33. 1040 ഇൻട്രൻസിക് വാല്യൂ. മാർക്കറ്റ് റേറ്റ് 1166. ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 276. അത് കഴിഞ്ഞ വർഷം 256 അവിടെ നിന്ന് ഇപ്പൊ 276 അവർ അസറ്റും പ്രോഫിറ്റും കൂടുന്നതനുസരിച്ച് ബുക്ക് വാല്യൂ കൂടി വരും. അവരുടെ ക്വാർട്ടർലി സെയിൽസ് കഴിഞ്ഞ ജൂണുമായിട്ട് കമ്പയർ ചെയ്യും 30,349 കോടിയായിരുന്നു അവരുടെ സെയിൽസ് എങ്കിൽ, കഴിഞ്ഞ ജൂണിലെ സെയിൽസ് എങ്കിൽ ഈ ജൂണിൽ Q1 34,579 രൂപ. നല്ല രീതിയിൽ സെയിൽസ് കൂടിയിട്ടുണ്ട്. അതിന്റെ പെർസെൻറ്റേജ് നോക്കിയാൽ 13.94% സെയിൽസ് ഈ ഒരു വർഷം കൂടിയിട്ടുണ്ട്. ഓക്കെ, എക്സ്പെൻസും അതുപോലെ തന്നെ 24,000 27,000 ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 6,035 കോടിയിൽ നിന്ന് 6,870 കൂടിയിട്ടുണ്ട്. ഇത് ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ബെറ്റർ പെർഫോമൻസ് ആണ് കമ്പനി നിലവിൽ കൊടുത്തിരിക്കുന്നത്. OP മാർജിൻ സ്റ്റേബിൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻകം ഒരു വിഷയമല്ല, നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഒക്കെ വളരെ കുറച്ച് പൈസ മാത്രമുണ്ട്. 6,800 കോടി രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനി 84 കോടി രൂപ ഒരു ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മാറ്റമല്ല. ഓക്കെ, എന്തായാലും ടാക്സും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. 4,626 നെറ്റ് പ്രോഫിറ്റ്. അത് 3,844 കോടിയിൽ നിന്നാണ് ഈ 4,626 കോടി രൂപ വന്നിരിക്കുന്നത്. അപ്പം നല്ലൊരു ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 14 രൂപയിൽ നിന്ന് 17 രൂപയായിട്ട് EPS കൂടിയിട്ടുണ്ട്. OPM മാർജിൻ 26, 24 വരുമ്പോൾ OPM മാർജിനിൽ ചെറിയൊരു പ്രഷർ വരുന്നിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്ററുമാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇയർ ഓൺ ഇയർ റിസൾട്ട് നോക്കുമ്പോൾ TTM ഇപ്പം നിലവിൽ 27,539 കോടി രൂപ ഈ റിസൾട്ടോടെ കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, 20% OPM മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ
സെയിൽസ് ഗ്രോത്ത് 13% സെയിൽസ് കൂടി, ഇപ്പം 7% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഡൈല്യൂഷൻ ഒന്നും വന്നിട്ടില്ല. വളരെ നല്ല രീതിയിൽ അവർ റിസർവ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബോറോവിങ്സ് കുറച്ച് കൂട്ടിയോടെ കടമൊക്കെ കുറച്ച് കുറഞ്ഞ് വരികയാണ്. ഓക്കെ. ക്യാപെക്സ് 60 കോടി രൂപ. പിന്നെ IT കമ്പനികളെ സംബന്ധിച്ചിട്ട് വലിയ ക്യാപെക്സ് ഒന്നും എമർജൻസി ആയിട്ട് വരത്തില്ല, സാധാരണ കമ്പനികളെ പോലെ വരത്തില്ല. ക്യാപെക്സ് കുറവുള്ള കമ്പനികളാണ്. ക്യാഷ് ഫ്ലോ 19,976 കോടി രൂപ ക്യാഷ് കയ്യിലുണ്ട്. ഓക്കെ. പിന്നെ ക്യാഷ് കൺവിൻസിങ് സൈക്കിൾ 80-ൽ 66 നല്ല ഫിഗേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പം 60 പ്രൊമോട്ടർ ഹോൾഡിംഗ് 60 ആയിട്ട് നിൽക്കുന്നുണ്ട്, സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. FII ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, DII ചെറുതായിട്ട് കൂട്ടിയിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിലുള്ള ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. 4.26%, 4.36%. വലിയൊരു കൺസേൺ ഒന്നും ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവരുടെ റേറ്റിംഗ്, ലേറ്റസ്റ്റ് റേറ്റിംഗ് നമ്മൾ നോക്കുവാണെങ്കിൽ റേറ്റിംഗ് റീഅഫേംഡ് ആണ്. ഓക്കെ. അപ്പം ആ ഭാഗങ്ങൾ നമ്മുടെ ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം റേറ്റിംഗ് കൂടെ നോക്കണം. നമ്മുടെ റേറ്റിംഗിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അവിടുത്തെ ലിക്വിഡിറ്റി, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, എല്ലാം റേറ്റിംഗ് ഏജൻസി കൊടുക്കും. ഓക്കെ. ഏണിംഗ്സ് കോഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏണിംഗ്സ് കോഡ് നോക്കി റെക്കോർഡായിട്ട് ഇവിടെ കിടപ്പുണ്ട്, സ്ക്രീനുകളിൽ കിടപ്പുണ്ടാവും. അത് കണ്ട് നമുക്ക് കമ്പനിയെ പറ്റി നമുക്ക് ബാക്കി അവരുടെ ഫ്യൂച്ചർ ഗൈഡൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തത് നുവോക്കോയാണ്. നുവോക്കോ അവരുടെ 12,226 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ്, 29 PE റേഷ്യോ. ഇവര് അൾട്രാടെക്കിന്റെയും ഗ്രാസിമിന്റെ ഒക്കെ ഒരു കോമ്പറ്റീറ്റർ കമ്പനിയാണ്. സിമെന്റ് പ്രോഡക്റ്റുകളാണ് ഇവരുടെ പ്രോഡക്റ്റ്. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഫണ്ടമെന്റൽ എത്രത്തോളം ബെറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം 4 ബെറ്റർ ആയി വരുന്നു, അങ്ങനെ ഒരു കമ്പനിയാണ്. ഓക്കെ. 4.51 3 വർഷം, 5.47 സോറി 4.51 5.47 ലേറ്റസ്റ്റ് 7. ഓക്കെ. അവിടെ ROE നിൽക്കുന്നത് 2-ൽ 4 ആയിട്ടുണ്ട്. ROE ഇൻഡസ്ട്രി പിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന പി റേഷ്യോ ആണ്. പക്ഷെ പെഗ് റേഷ്യോ മൈനസ് ആണ്, വളരെ സെൻസിറ്റീവ് ആണ്, കടം കൂടുതലാണ്. അത് നമ്മൾ ഓർക്കണം. ഇൻട്രൻസിക് വാല്യൂ 209, 341 ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ്. ബുക്ക് വാല്യൂ 252-ന് 286 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ഇവിടെ ROEയും ഒക്കെ കൂടുന്നതിനകത്ത് ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടും. ബുക്ക് വാല്യൂ കൂടി വരുന്ന, അസറ്റ് കൂടി വരുന്നു. അവരുടെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 519 കോടി രൂപയായിരുന്നു ഈ കഴിഞ്ഞ വർഷത്തെ Q1ലേക്ക്. ഈ Q1 568 കോടിയായിട്ട് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുണ്ട്. 588-ൽ 568 കുറഞ്ഞു. പക്ഷെ OP മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. സെയിൽസ് ടോപ്പ് ലൈൻ ഗ്രോത്ത് 2,873 കോടിയിൽ നിന്ന് 3,129 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നോക്കും 3,307 കോടിയിൽ 3,129 കോടിയായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 9% സെയിൽസ് കൂടി, ഇപ്പോൾ 173% പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ബാക്കി നമ്മൾ എന്തുകൊണ്ട് ഇത്രയും പ്രോഫിറ്റ് കൂടിയ കാര്യങ്ങളെല്ലാം, പിന്നെ എന്തുകൊണ്ട് കടം കൂടി. ഓക്കെ. കടം വളരെ കൂടുതലാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ 2.92 എന്ന് പറയുന്നത് വളരെ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടൊരു സംഭവമാണ്. പെഗ് റേഷ്യോ മൈനസ് ആണ്, അതും വളരെ സെൻസിറ്റീവ് ആണ്. ഓക്കെ. അതിൻ്റെയൊക്കെ അവരുടെ എക്സ്പ്ലനേഷൻ, കമ്പനിയുടെ എക്സ്പ്ലനേഷൻ നമ്മൾ അവരുടെ ഏണിംഗ്സ് കോഡിൽ നിന്ന്, അവരുടെ ഗൈഡൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. അവരുടെ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഡൈല്യൂഷൻ ഒന്നും വന്നിട്ടില്ല. റിസർവ് കൂടിയിട്ടുണ്ട്, ബോറോവിങ്സും കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് റിസർവ് കൂടി, ഒപ്പം തന്നെ ബോറോവിങ്സും കൂടി, വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. പക്ഷെ ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത്, നല്ല റിസൾട്ട് തന്നു എന്ന് മാത്രമല്ല, ക്യാപെക്സ് 2,474 കോടി രൂപയാണ് ക്യാപെക്സ് അവര് ഇറക്കുന്നത്. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ വരുന്ന ക്വാർട്ടറുകളിൽ, ഏത് ക്വാർട്ടർ മുതലാണ്, എപ്പോഴാണ് ഈ അവരുടെ ഫാക്ടറികളുടെ അല്ലെങ്കിൽ ആ മെയിൻ്റനൻസിന്റെ പണികളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, എപ്പോഴാണ് പ്രൊഡക്ഷൻ കൂടുന്നത്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ചുള്ള ഓർഡർ അവർക്കുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഗൈഡൻസ് ചെയ്ത് മനസ്സിലാക്കണം. ഒന്ന്, ബിസിനസ് കൂടി വരുന്നുണ്ട്. 2, ക്യാപെക്സ് കൂടുതലായിട്ട് കമ്പനി ഇറക്കുന്നുണ്ട്. ഓക്കെ. ഈ 2 പോസിറ്റീവ് ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. നെഗറ്റീവ് ഘടകങ്ങൾ, കടം കൂടുതലാണ്, അതുപോലെ തന്നെ പെഗ് റേഷ്യോ മൈനസ് ആണ്. പിന്നെ നമുക്കൊരു 10% താഴെ ROCയും ROEയും ഒക്കെ ഉള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആണ്. അതും നമ്മളൊരു കൺസേൺ തന്നെ. പോസിറ്റീവ് കാര്യങ്ങൾ ഈ പറഞ്ഞ ക്യാപെക്സ് ഒക്കെ കൂടുതൽ വരും. നമുക്ക് ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ്. ഓക്കെ. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കുമ്പോൾ 72 സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. FIയുടെ ഹോൾഡിംഗ് കുറച്ച് കുറഞ്ഞു വരുന്നു. DIയുടെ ഹോൾഡിംഗ് കുറച്ച് കുറഞ്ഞു വരുന്നു.
ഡി എയുടെ ഹോൾഡിംഗ് കുറച്ച് കൂടി വരുന്നുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ ഒരു ചെറിയ രീതിയിൽ ചെറിയ പെർസെൻറ്റേജ് ഓഫ് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ PPTയും അവരുടെ ഫോൺ കോളും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാവുന്നതാണ്. അവരുടെ റേറ്റിംഗ് പുതിയതായിട്ട് ഒരു റേറ്റിംഗ് അവർക്ക് അഫൈം ചെയ്തിട്ടുണ്ട്. ഓക്കെ, റീഅഫൈമുമായിട്ടും വന്നിട്ടുണ്ട്. അപ്പം റേറ്റിംഗിലെ ബാക്കിയുള്ള സെൻസിറ്റീവ് ഇഷ്യൂസ് ഒക്കെ നമ്മൾ അതിനകത്ത് നിന്ന് അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് നിന്ന് മനസ്സിലാക്കണം. ലിക്വിഡിറ്റി ഒക്കെ അഡിക്വേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും റേറ്റിംഗ് ഏജൻസിയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് SG ഫിൻസർവ് ആണ്. SG ഫിൻസർവ് ഫിനാൻസ് കമ്പനിയാണ്. 3975 കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ്, 25ആണ് PE റേഷ്യോ. കമ്പാരിറ്റീവ്ലി 9.72 ROC 5 വർഷത്തെ 9.37, 9.32. ROC വലിയൊരു ഫിഗർ അല്ല, പക്ഷെ ROE അവരത് റിട്ടേൺ ഓൺ ഇക്വിറ്റി അവരത് ബെറ്റർ ആക്കുന്നുണ്ട്. ഓക്കെ, അത് 9.77 10.12 10.32 റിട്ടേൺ ഓൺ ഇക്വിറ്റി അവർക്ക് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രി P 22ആണ്, കമ്പനിയുടെ P 25ആണ്. പെഗ് റേഷ്യോ വെരി ഗുഡ് ആക്ച്വലി. പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കടം കൂടുതലാണ്, കാരണം അവർ ഫിനാൻസ് കമ്പനിയാണ്. ലോൺ ഏതാണ് ഡിപ്പോസിറ്റ് വാങ്ങിയിട്ടാണ് അവർ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഡിപ്പോസിറ്റ് വാങ്ങിക്കുമ്പോൾ അത് കടമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ 832ആണ്. അത് വെച്ച് നോക്കുമ്പോൾ 603 കറന്റ് മാർക്കറ്റ് പ്രൈസ് ഒരു അണ്ടർ വാല്യൂ കമ്പനിയായിട്ട് നമുക്ക് കാണാം. 34 നിന്ന് 72 ഇരട്ടിയോളമാണ് OPM പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. OPM മാർജിൻ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്, 50-53% ഓക്കെ, 68 ടോപ്പ് ലൈൻ ഗ്രോത്ത് 136 ആയിട്ടുണ്ട്. ഇരട്ടിയോളമുള്ള ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. എക്സ്പെൻസ് മാനേജബിൾ ആണ്, കാരണം ഈ 68 കോടി രൂപ സെയിൽസ് ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് 9 കോടി രൂപയായിരുന്നു എക്സ്പെൻസ് ഉണ്ടായിരുന്നത്. 136 കോടി രൂപ അവർക്ക് നെറ്റ് പ്രോഫിറ്റ് ഉള്ളപ്പോഴും വെറും 10 കോടി രൂപ മാത്രമേ, 1 കോടി രൂപ മാത്രമേ എക്സ്പെൻസ് കൂടിയിട്ടുള്ളൂ. ഓക്കെ, എക്സ്പെൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് എംപ്ലോയി കോസ്റ്റ് ആണ്, അത് വളരെ നല്ല രീതിയിൽ അവർ മാനേജ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജൂണിലെ അവരുടെ എക്സ്പെൻസ് റേഷ്യോ പെർസെൻറ്റേജ് ഓഫ് ഇത് നോക്കുമ്പോൾ 7.90% ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 4.58% എംപ്ലോയി കോസ്റ്റ് കുറഞ്ഞു വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അവരുടെ ബാലൻസ് ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ല പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാം. അതിന് ഇൻകം ഇല്ല, ടാക്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട്. 25 കോടിയിൽ നിന്ന് ഇരട്ടിയായിട്ട് 54 കോടിയായിട്ട് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. EPS 4.39 കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ ഇത്തവണ 8.15 കൂടിയിട്ടുണ്ട്. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഇയർ ഓൺ ഇയറും നല്ല ഫിഗേഴ്സ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ്, ഇയർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുമ്പം ഇപ്പം നിലവിൽ Q1 ആയിട്ടേ ഉള്ളൂ. കഴിഞ്ഞ ലാസ്റ്റ് 4 ക്വാർട്ടറുകളുടെ പെർഫോമൻസ് ആണ്. 210 കോടി രൂപ വന്നിട്ടുണ്ട്. 52 OPM മാർജിൻ നിൽക്കുന്നു. കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 106% സെയിൽസ് കൂടിയപ്പോൾ 82% അവർക്ക് പ്രോഫിറ്റ് കൂടിയിരിക്കുന്നത്. ഇക്വിറ്റി ക്യാപിറ്റലിലെ ചെറിയ രീതിയിലുള്ള ഡൈലൂഷൻ വന്നിട്ടുണ്ട്, അത് മാറ്റർ ഓഫ് കൺസേൺ ആണ്. റിസർവ് കൂടിയിട്ടുണ്ട്, ബോറോവിങ്സ് കൂടിയിട്ടുണ്ട്. ബോറോവിങ് ഫിനാൻസ് കമ്പനി സ്വാഭാവികം. പിന്നെ ക്യാഷ് ഫ്ലോ മൈനസ് ആകുന്നു, അതും ഇത് തന്നെയാണ് ഫിനാൻസ് കമ്പനിക്ക് എങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ ഒന്ന് നോക്കാം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ 2025 ജൂണിൽ 48.38% ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർക്കുണ്ടായിരുന്നു. അതിപ്പോൾ 56.95% നല്ല രീതിയിൽ പ്രൊമോട്ടർ കൂട്ടിയിട്ടുണ്ട്. അത് പ്രൊമോട്ടറുടെ കോൺഫിഡൻസ്, സ്വന്തം ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ബിസിനസ് എന്താണ്, അതിന് ഗ്രോത്ത് കാര്യങ്ങൾ സ്ട്രെങ്ത് എല്ലാം അറിയാവുന്ന ആളാണ് പ്രൊമോട്ടർ സ്വന്തം ഹോൾഡിംഗ് ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ DISന്റെ ഹോൾഡിംഗ് കുറഞ്ഞാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഇതിൽ 4.44% നിന്ന് 2.18% കുറഞ്ഞിട്ടുണ്ട്. അപ്പം മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നിന്നും പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഈ പ്രൊമോട്ടർ വാങ്ങി കൂട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ റേറ്റിംഗ് നമുക്കൊന്ന് നോക്കാം. ഇക്രയാണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്, റീഅഫൈംഡ് ആണ്. അപ്പോൾ അതും വളരെ പോസിറ്റീവാണ്. പിന്നെ അടുത്തത് L&T ടെക്നോളജീസ് ആണ്. 34,944 കോടി രൂപയാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. 26ആണ് PE റേഷ്യോ. ഡയറക്റ്റ് IT അല്ല, IT എനേബിൾഡ് സർവീസ് ആണ്. ഓക്കെ, അവരുടെ 29, 28, 26 ROC കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. ROE 23, 22, 21
ROE കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. രണ്ടും മാറ്റർ ഓഫ് കൺസേൺ ആണ്. 25 ഇൻഡസ്ട്രി PE, 26 PE റേഷ്യോ. പെഗ് റേഷ്യോ കൂടുതലാണ്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കടം കുറവാണ്. ഇൻട്രൻസിക് വാല്യൂ 2941 രൂപ, 3293 കറന്റ് മാർക്കറ്റ് പ്രൈസ്, 610 ബുക്ക് വാല്യൂ, 574 നിന്നാണ് ഇപ്പോൾ ലാസ്റ്റ് 12 മാസം കൊണ്ട് 610 ആയിട്ട് വന്നിരിക്കുന്നത്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കും. 441 കോടിയിൽ നിന്ന് 548 കോടിയായിട്ട് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 17 നിന്ന് 19 OP മാർജിൻ കൂടിയിട്ടുണ്ട്. 2638 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവരുടെ ടോപ്പ് ലൈൻ ഗ്രോത്ത്. അത് 2940 കോടിയായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് 316 നിന്ന് 357 ആയിട്ട് കൂടിയിട്ടുണ്ട്. 333 നിന്ന് 357. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറും ഇയർ ഓൺ ഇയറും ബെറ്റർ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇയർലി സെയിൽസ് ലാസ്റ്റ് TTM ഇപ്പം നോക്കുമ്പോൾ 2059 കോടിയായിട്ടുണ്ട്. ഈ ക്വാർട്ടറും കൂടെ കൂടിയിട്ട്. ഓക്കെ, കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 10%, പ്രോഫിറ്റ് ഗ്രോത്ത് 10%, ജസ്റ്റിഫൈഡ് ആണ്. ബാലൻസ് ഷീറ്റ് ഇക്വിറ്റി ക്യാപിറ്റൽ ഡയലൂഷൻ ഒന്നും വന്നിട്ടില്ല. റിസർവ് കൂടിയിട്ടുണ്ട്. ബോറോവിങ്സ് സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നു. ക്യാഷ് ഫ്ലോ 1455 കോടി രൂപ പോസിറ്റീവാണ്. അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ പ്രൊമോട്ടർ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. FII കുറച്ചിട്ടുണ്ട്. DII ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. പബ്ലിക്കിന്റെ കയ്യിൽ വളരെ നോമിനലായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ ലേറ്റസ്റ്റ് റേറ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ റീഅഫേംഡ് ആണ് കൊടുത്തിരിക്കുന്ന. 2 റേറ്റിംഗും റീഅഫേംഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റോക്കിന്റെ നമുക്കൊരു ഏതാണ് റിസൾട്ട് അനലൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. ഈ വന്നിരിക്കുന്ന റിസൾട്ടുകൾ ബെറ്റർ റിസൾട്ടുകൾ കൊടുത്തിരിക്കുന്ന കമ്പനികളാണ് ഞാൻ പറയുന്നത്. അതിന്റെ ബാക്കിയുള്ള ഫണ്ടമെന്റലും ഏണിങ്സ് കോളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എൻട്രിയിലേക്ക്, ടെക്നിക്കലും നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമേ എൻട്രിയിലേക്ക്, ടെക്നിക്കൽ അനുസരിച്ചിട്ട് എൻട്രി എക്സിറ്റും പ്ലാൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു.